ഇന്ന് കൊടുത്തത് 5 CDs ആണ് കൊടുത്തത്. അതിൽ ഒരു CD നമുക്ക് ഒന്നായിട്ട് തന്നെ കൂട്ടാം. കാര്യം ഒന്ന് എഡിറ്റഡും അൺഎഡിറ്റഡുമായിട്ടുള്ള ഒരു CDയുടെ തന്നെ 2 വേർഷൻസ് ആണ് കൊടുത്തത്. അങ്ങനെ മൊത്തം 4 CDs ഞാൻ ഇവിടെ കൊടുത്തു. അതിൽ ബെന്നി ബെഹനാൻ MLAയുടെ ടോക്ക് ഉണ്ടായിരുന്നു, 2 തമ്പാനൂർ രവി സാറ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ടോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതായത് അബ്ദുള്ള കുട്ടിയുടെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ടോക്കും എല്ലാം കണ്ടന്റ് ചെയ്താണ്. പിന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നതെന്ന് പറഞ്ഞാൽ CM പറഞ്ഞിട്ടാണ് ഒരു എബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്ന ഒരു കോളേജ് ഒരു കോളേജിന്റെ ചെയർമാൻ വന്ന് കാണുകയും ഇതുപോലെ ഞാനല്ല പോയി കണ്ടത്, വിനുവാണ് എന്നെയാണ് കാണാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പോയില്ല. വിനു സംസാരിക്കുക, അതിന്റെ വീഡിയോ ആൻഡ് ഓഡിയോ വേർഷൻ ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഞാനാണ് അദ്ദേഹത്തെ മറ്റൊരു കാര്യത്തിനായി ഇതിനു മുമ്പ് പിന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് പരിചയപ്പെടുത്തിയെന്നും മറ്റും പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട് കാണും. പിന്നെ ഞാനതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒരു കൗണ്ടർ ഒന്നും തരേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ വിശ്വാസം. സരിത ഇന്നത്തെ മൊഴിയിൽ പ്രധാനമായി സരിത പറഞ്ഞത് ഈ പദ്ധതികൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിച്ചു, അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ മൊഴിയിലെ കത്തുകളുമായി ബന്ധപ്പെട്ടിട്ട് ഈ മൊഴി ആവർത്തിച്ച് ചോദിച്ചപ്പോഴൊക്കെ താങ്കൾ അത് ശരിയാന്ന് പറയുന്നുണ്ട്. ഇതിന്റെ വസ്തുത എന്താണ്? വസ്തുത ഞാൻ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനായിട്ട് ആ ഒരു ആരോപണം ഇപ്പം മുമ്പിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ഈ കേസിന്റെ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നില്ല. അത് മറ്റുള്ളവർക്ക് രക്ഷയാണ്. ആ രക്ഷ ഞാനായിട്ടൊരു വെപ്പണിപ്പ് ഞാൻ പരസ്യമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കമ്മീഷന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്റെ പ്രൈവസി ഹർട്ട് ചെയ്യാത്ത വിധത്തിൽ ആൻസർ കൊടുക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് ഞാൻ കോപ്പറേറ്റ് ചെയ്യുന്നത് അത് ആയിരിക്കുന്ന ആളോടുള്ള ബഹുമാനമാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട്, അതിന് ആൻസർ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ അത് സംസാരിച്ച് അതൊരു ചർച്ചാ വിഷയമാക്കി യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിമാറിയ ഒരു ചർച്ച ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എനിക്കെല്ലാം നഷ്ടമായി, ഒരു സഹായവും തരുന്നില്ല, തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കുകയാണ് എന്നുള്ള സംഭാഷണമുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണ്? അതായത് അബ്ദുള്ള കുട്ടിയുടെ വിഷയം വന്നു. പക്ഷെ അത് ഞാൻ കോടതി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം അല്ലെ? ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഇപ്പം ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്ത് നമുക്ക് സമ്പാദിക്കാൻ ഒരു 6 മാസത്തോളം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ ഞാൻ ജയിൽ പുള്ളിയാണ്. അപ്പൊ എന്നെ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും, എനിക്കൊരു ജോലി തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം തരുമോ, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് ക്രൈസിസിൽ പെട്ടുപോയി. പുറമേക്ക് ഞാൻ കോടികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ നിൽക്കുന്ന ചില ജേർണലിസ്റ്റിനെങ്കിലും വസ്തുത അറിയാവുന്നവരുണ്ട്. കാര്യം ഞാൻ അവരുടെ നിന്നെങ്കിലും 10-20,000 രൂപ കടം വാങ്ങിച്ച് ഒരു വീട് ഒരു മാസം കഴിഞ്ഞു പോയിട്ടുണ്ട് ചില അവസരങ്ങളിൽ. അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയുകയാണ്. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഞാൻ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് ആ ഒരു അരഗൻസി വെച്ച് ഞാൻ സംസാരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു, അതൊരു ചർച്ചയെ വേണ്ട. നമുക്ക് പബ്ലിക് ചർച്ച അതിലേക്ക് പോയാൽ ഈ പറയുന്ന വിഷയമുണ്ടല്ലോ, ഇവരെല്ലാം രക്ഷപ്പെടും. അഴിമതിയാണ് തീർച്ചയായിട്ടും. ആദ്യം നമ്മൾ പറഞ്ഞ അഴിമതിക്ക് എന്തെങ്കിലും ആൻസർ ആയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇനിയും അഴിമതികളുടെ കാര്യം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് അതിലേക്ക് പോകാം. 13 രാഷ്ട്രീയ നേതാക്കളും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരെല്ലാവരും നമ്മളെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ളതല്ല, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു സംവിധാനം അല്ലെങ്കിൽ മിഷനറിയെ ചൂഷണം ചെയ്ത് നമ്മളെ നശിപ്പിച്ചതായിരിക്കാം. അങ്ങനെയുള്ള പലയുണ്ട്. എല്ലാവരും ഇത് ചെയ്യും. ഞാൻ താത്രിക്കുട്ടിയൊന്നുമല്ല. നമുക്ക് ഈ ചർച്ച അതിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം. പ്ലീസ് ആ വിഷയം വിട. അത് ഞാൻ പറയില്ല. ആ നിലപാടിൽ നിന്ന് ഞാൻ പുറകോട്ട് ഇല്ല. പബ്ലിക്കായിട്ട് ഞാൻ ആ വിഷയത്തെ പറ്റി സംസാരിക്കില്ല. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെപ്പറ്റി സംസാരിക്കാം. എവിഡൻസസ് ഞാൻ കൊടുക്കുന്ന ഡിപ്പോസിഷൻ അനുസരിച്ചുള്ള എവിഡൻസസ് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും. സാമ്പത്തികമായിട്ടുള്ള കാശ് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ചു, ആര്യാടന് കൊടുത്ത കാര്യം ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കാനുണ്ടോ? നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾ ഓരോരോ തെളിവുകൾ ഹാജരാക്കുക. അതായത് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, എത്രയോ ആരോപണങ്ങൾ ഇവിടെ വരുന്നു. ആരോപണങ്ങൾ കൊടുത്തവര് തന്നെ എല്ലാം തെളിയിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ മെഷീനറി എന്തിനാണ്? എന്തുകൊണ്ട് ഇത്രയും പോലീസ് സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അതിനെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്തിയില്ല? അത് അന്വേഷിക്കുന്ന ഞാനാണോ? ഞാൻ പറയുന്ന ആരോപണം അന്വേഷിക്കാൻ ഏതെങ്കിലും ഒരു ഏജൻസി വരുവാണെങ്കിൽ ഞാൻ അവിടെ കൊടുക്കും. കാര്യം കമ്മീഷനുള്ള തെളിവ് പുറത്തേക്ക് പോകുന്നതല്ല, അത് കമ്മീഷന്റെ റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ എന്റെ ബേസ് ഇളക്കിയ വിഷയങ്ങളാണ്. അപ്പൊ
അത് ഏതെങ്കിലും അന്വേഷണങ്ങൾ വരട്ടെ. അല്ല, എന്റെ ഫോണ് ആ സമയത്ത് ഞാൻ ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഇടുന്നതിന് കാരണം പറയാം, പല രീതിയിലുള്ള ഭീഷണി എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഭീഷണി റെക്കോർഡ് ചെയ്യുന്നില്ല, എന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്ത് മിക്കതിനകത്തും ഓട്ടോ കോൾ റെക്കോർഡർ ഇട്ടിരുന്നത്. അതേപറ്റി ഇപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ല. അതെ, അവർ രണ്ടുപേരും മാത്രം എന്ന് പറഞ്ഞാൽ അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നേരിട്ട് പണത്തിന്റെ കാര്യം സാറ് വാങ്ങി എന്ന് നേരിട്ടറിയാവുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പൊ അവരുടെ അടുത്താണ് ഞാൻ ഈ കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചിരുന്നത്. കാര്യം ആദ്യം ലെറ്റർ കൊണ്ടുപോയി ഈ പറയുന്ന പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത് ബെന്നി ബെഹനാനോടും തമ്പാനൂർ രവിയോടുമാണ്. അപ്പൊ അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ എഴുതിയിരുന്നു. മുഖ്യമന്ത്രി തയ്യാറാണ് എന്ന് ബെന്നി പറഞ്ഞതിന്റെ ഓഡിയോ റെക്കോർഡ്. അല്ല, അതന്നെയല്ലേ പറയുന്നത്, ഞാൻ സംസാരിച്ച് ശരിയാക്കാം. നിങ്ങൾ കേട്ടു നോക്കൂ, ബാക്കിയുള്ളത് നിങ്ങൾ കേട്ടു നോക്കൂ. ഏത് ഫോറൻസിക്കിൽ കൊണ്ടുപോയി കേൾപ്പിക്കാനും പറ. എന്റെ കയ്യിൽ ഫോണിൽ റെക്കോർഡിംഗ് ആണ്, ഫോണിലാണ് റെക്കോർഡിംഗ്. ഇത് ഞാൻ കൊടുത്തത് തെളിവ് എനിക്കിപ്പോ ഫോൺ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ എന്റെ ഫോണിനകത്തുള്ള റെക്കോർഡിംഗ് ഒന്ന് ധൈര്യം, ഈ പറയുന്ന നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഒരു FIR ഇട്ട് അതിന് ചങ്കൂറ്റത്തോടെ ഒന്ന് നേരിടാൻ പറ. സ്വന്തം സ്ഥാനമൊക്കെ രാജിവെച്ച് ഒരു സാധാരണ മനുഷ്യരെ പോലെ എന്നെ ഞാൻ വെറും സാധാരണക്കാരിയാണ്. എന്റെ അത്രയും വരില്ല, ഇവർ XMLA എങ്കിലും ആയിരിക്കും. ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ. ഒരു FIR വരുമ്പോ അതിനെ നേരിടാൻ നല്ലൊരു മെഷീനറിയുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ആരോട് നിഷേധിച്ചോ, എന്ത് വേണമെങ്കിലും നിഷേധിച്ചോ. അവർ നിഷേധിക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, പെട്ടെന്നൊന്ന് എടുത്താൽ വളരെ സന്തോഷമായിരുന്നു. എന്നാ പിന്നെ അതിന് അങ്ങനെ വ്യാജരേഖ ചമച്ചതിന്റെ എവിടെ ഒരു കേസ് എടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് ഇത് സത്യമാണെന്നെങ്കിലും പുറത്തു വന്നേരെ. പക്ഷെ കേരളത്തിലെ ഫോറൻസിക്കലല്ല കേട്ടോ. കേരളത്തിലെ ഫോറൻസിക്കൽ എനിക്ക് ഒത്തിരി ഞാൻ കൊടുക്കാത്ത രേഖകളല്ല എന്റെയാണെന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അന്വേഷിക്കുവാണെങ്കിൽ പുറത്തുള്ള ഈ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ഫോറൻസിക്കൽ ലാബിൽ വിട്ട് അതന്നെ, അതാണ് പറഞ്ഞത്. ആ മെഷീനറി ഇത്രയും ചെയ്ത് കൂട്ടിയപ്പം ഞാനത് തുറന്നു പറയുമ്പോ പിന്നെ ഇവിടുത്തെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തി തെളിവെടുക്കാൻ മാത്രം വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാനും ഒരു സാധാരണക്കാരിയാണ്, എന്നാലും എനിക്ക് അത്രയും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. അദ്ദേഹം ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളി അദ്ദേഹം സ്വീകരിക്കട്ടെ. എനിക്കെതിരെ എത്രയോ FIR വന്ന് ഞാനെല്ലാം ചങ്കൂറ്റത്തോടെ നേരിട്ടു. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. എന്തിനു ഒളിച്ചോടി?